ഈ അപ്പനും സുഭദ്രയും SFIയും ചേർന്ന ഒരു ട്രസ്റ്റ് അല്ല CMS കോളേജ്. വൈസ് പ്രസിഡന്റ് എങ്ങനെ കാണുന്നു ഈ വിജയത്തെ? അല്ല, ഇവർ പറഞ്ഞു കഴിഞ്ഞല്ലോ. എനിക്ക് വീണ്ടും പറയാനുള്ളത്, ഈ യൂണിറ്റ് കമ്മിറ്റി അത്രയും പൊളിറ്റിക്കൽ ആയതുകൊണ്ടാണ് ഇലക്ഷൻ വിജയിക്കാൻ സാധിച്ചത്. ഇലക്ഷനകത്ത് 4 മണി മുതൽ 8 മണി വരെ ഇവർ നടത്തിയ ജീവമരണ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ അപ്പനും സുഭദ്രയും SFIയും ചേർന്ന ഒരു ട്രസ്റ്റ് അല്ല CMS കോളേജ്. അത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാൻ കൂടി ഉള്ള ഒരു അവസരമായിട്ട് ഈ ഇലക്ഷൻ മാറിയിരിക്കുകയാണ്. ഇവർ 4 മണി മുതൽ 8 മണി വരെയുള്ള ആ മണിക്കൂറുകൾ ഇവർ പുറത്ത് നിൽക്കുന്ന ഞങ്ങളോട് വിളിച്ചു പറഞ്ഞത്, ഞങ്ങൾ അകത്ത് കിടന്ന് ചത്താലും കൗണ്ടിങ് തീരണം, പോളിംഗ് നടക്കണം, ഇലക്ഷൻ നടക്കണം, റിസൾട്ട് പ്രഖ്യാപിക്കണം എന്നാണ്. ഇവർ പോലീസിന്റെ ലാത്തിയോണ്ട് അടി കിട്ടുന്നുണ്ട്. SFIയുടെ ജില്ലാ സെക്രട്ടറി ആഷിഖിന്റെ നേതൃത്വത്തിൽ ഇവർക്ക് അടി കിട്ടുന്നുണ്ട്. പെൺകുട്ടികൾ വരെ കരഞ്ഞിട്ട് നമ്മളെ വിളിക്കുന്നുണ്ട്, പുറത്ത് റെപ്പുമാർക്ക് കാവൽ നിൽക്കുന്ന KUCക്കാര്. അപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് എന്ത് പറ്റിയാൽ പോലും നിങ്ങളിപ്പോൾ അകത്തേക്ക് വന്നാൽ സംഘർഷം ഉണ്ടാക്കി മാനേജ്മെന്റ് ഇലക്ഷൻ റദ്ദ് ചെയ്യും. KE കോളേജിൽ 58 സീറ്റിന്റെ ലീഡുള്ള KE കോളേജിൽ KSU ജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ തലേ ദിവസം ഇലക്ഷൻ റദ്ദ് ചെയ്തു. ഇപ്പോഴും അവിടെ ഇലക്ഷൻ നടന്നിട്ടില്ല. ബെസേലിയസിൽ ഇലക്ഷൻ റദ്ദ് ചെയ്യാൻ നോക്കി, നമ്മൾ അതിനെ അതിജീവിച്ചു. അപ്പോൾ ഈ രാഷ്ട്രീയമാണ് SFIയുടെ ആത്യന്തികമായിട്ടുള്ള പൊളിറ്റിക്സ് എന്ന് മനസ്സിലാക്കി ആ രാഷ്ട്രീയത്തെ ഇവർ ജീവൻ പണയം വെച്ച് ചെറുത്ത് തോൽപ്പിച്ചത് കൊണ്ടാണ് ഇവിടെ KSU വിജയിച്ചത്.